കൊച്ചി നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതിലും മാലിന്യ നീക്കം ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് പരിസ്ഥിതി സൗഹൃദ കൂട്ടായ്മ പെരുമ്പടപ്പ് മാർക്കറ്റിന് സമീപം നിൽപ്പ് സമരം നടത്തി. പകർച്ചവ്യാധിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക. പകർച്ചവ്യാധിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക. മനുഷ്യജീവന് പ്രാധാന്യം നൽകി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജാഗ്രത പുലർത്തുക. മനുഷ്യജീവന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജാഗ്രത പുലർത്തുക. ജനപ്രതിനിധികൾ ജനദ്രോഹികളാകരുത്. ഇന്ന് നമുക്കറിയാവുന്നതാണ് ബ്രഹ്മപുരത്തെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പല്ല 2 വർഷങ്ങൾക്ക് മുമ്പ്. എന്താണ് ബ്രഹ്മപുരം? ഈ ബ്രഹ്മപുരത്ത് ഈ കാണുന്നതായ മാലിന്യങ്ങളൊക്കെ കൊണ്ട് നിക്ഷേപിച്ചിട്ട് അത് പ്രത്യേക പ്ലാന്റിലൂടെ കിടത്തി വിട്ടിട്ട് വളവും മറ്റു കാര്യങ്ങളുമായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ബ്രഹ്മപുരം പ്ലാന്റ്. കേരളത്തിലുള്ളതായ അല്ലെങ്കിൽ മധ്യ കേരളത്തിലുള്ളതായ എല്ലാ മാലിന്യങ്ങളോടെ എത്തിച്ചേരുന്നു. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേട്ടു ആ മാലിന്യ കൂമ്പാരത്തിന് എന്തുണ്ടായിന്ന് തീപിടിക്കപ്പെട്ടു. എന്താണ് മാലിന്യ കൂമ്പാരത്തിന് പെട്ടെന്ന് അങ്ങോട്ട് തീപിടിക്കുമോ? തീപിടിക്കില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട എന്താണ്, അതേപോലെ തന്നെ ഇവിടുത്തെ ഈ മാലിന്യത്തിനും എന്താണ് ഒരു സുപ്രഭാതത്തിൽ തീപിടിച്ചു. ഇത് തീപിടിക്കുന്നതല്ല, ഇവിടുത്തെ സർക്കാരിൻ്റെ സ്ഥിരം നയമാണ്. മാലിന്യങ്ങൾ എവിടെയെങ്കിലും കൂമ്പാരമായിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടിയുടെ പ്രവർത്തകർ വന്ന് തീയിടുക. ഇതാണ് അവരുടേതായ ഒരു നയം എന്നുള്ളതാണ്. മഴക്കാല പണികളൊന്നും തന്നെ നമ്മുടെ ഡിവിഷനുകളിൽ നടക്കുന്നില്ല. ഈ 2 മഴ പെയ്തപ്പോൾ തന്നെ പല വീടുകളിലും ഓടകളിൽ നിന്നുള്ള അഴുക്ക് വെള്ളം കയറാൻ തുടങ്ങി. വേനൽക്കാലങ്ങളിൽ സമയാസമയങ്ങളിൽ ഓട വൃത്തിയാക്കാതെയും അതോടൊപ്പം നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അത് സമാസമയം നീക്കം ചെയ്യുന്നതിന് പകരം ഈ കാണുന്ന ഈ പുഴയുടെ അരികിൽ കൊണ്ടുവന്നാണ് ഇതെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത്. മഴക്കാലങ്ങളിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ വീടുകളിൽ ചിരട്ടകളിലും അതേപോലെ ചെടിച്ചട്ടികളിലും ടയറുകളിലും ഒന്നും വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കണമെന്ന് ബോധവൽക്കരണം നടത്തുന്ന നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾ അവർ ചെയ്യുന്ന പണിയാണിത്. മാസങ്ങൾക്ക് മുമ്പ് ഈ പ്ലാസ്റ്റിക് കൂനകൾ കത്തുകയും ഈ ഇലക്ട്രിക് പോസ്റ്റ് വരെ അതിൻ്റെ വയറ് വരെ കത്തിപ്പോവുകയും ചെയ്തൊരു സന്ദർഭമുണ്ടായിരുന്നു. ഇതുപോലും നീക്കം ചെയ്യാനായിട്ട് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുകൂടാതെ നമ്മുടെ പ്രധാനപ്പെട്ട ഈ റോഡിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് ഫോട്ടോ എടുത്ത് കൗൺസിലർക്ക് കൊടുക്കുകയും ആ മാലിന്യം നിക്ഷേപിച്ചവരെ ക്യാമറയിലൂടെ കണ്ടെത്താനുള്ള സൗകര്യമുണ്ടായിട്ട് അതുപോലും ചെയ്യാൻ കഴിയാത്ത ഒരു യാതൊരു വിധത്തിലും ജനങ്ങൾക്ക് ഗുണം ചെയ്യാത്ത ഒരു ഡിവിഷൻ കൗൺസിലറാണ് നമുക്കുള്ളത്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. അതിൻ്റെയെങ്കിലും ഒരു മാന്യത കാണിക്കേണ്ടതാണ്. നമുക്കറിയാം ഈ ചീഞ്ഞ വെള്ളത്തിലൂടെയാണ് ഈ മത്സ്യ മാർക്കറ്റിലേക്ക് ആളുകൾക്ക് വരാനുള്ളത്. തൊട്ടടുത്തൊരു അംഗൻവാടിയുണ്ട്. ജില്ലയിൽ തന്നെ പകർച്ചവ്യാധികൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരാരും അനങ്ങുന്നില്ല. നമ്മുടെ നമുക്കറിയാം പെരുമ്പടപ്പ് ഈ കാനയും പുഴയും തമ്മിൽ ഇപ്പോൾ ഒരേ ലെവലിൽ നിൽക്കണേണ്. ഈ കാനയിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്തില്ല എങ്കിൽ അടുത്ത മഴയ്ക്ക് ഈ വെള്ളം ചുറ്റുപാടുള്ള എല്ലാ വീടുകളിലും കയറുന്നതാണ്. യോഗത്തിൽ PR അജാമളൻ അധ്യക്ഷത വഹിച്ചു. KJ സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. PP പത്മനാഭൻ, പ്രദീപ് വല്ലാർപാടം, ഭഗവത് സിംഗ്, ധർമ്മൻ അരമുറി എന്നിവർ സംസാരിച്ചു. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് മാലിന്യങ്ങൾ നീക്കം ചെയ്യാതിരുന്നതും അത് ഒഴുകി കായലിലേക്ക് പതിച്ചതും എല്ലാം ജനങ്ങൾക്ക് ഏറെ ദുരിതം നൽകുന്ന കാര്യങ്ങളായിരുന്നു എന്ന് സമരക്കാർ ആരോപിച്ചു. എത്രയും വേഗം നടപടികൾ സ്വീകരിക്കുവാനായി അധികാരികൾ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ ഡുബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.